H-1B വിസയിൽ വ്യക്തത വരുത്തി ട്രംപ് ഭരണകൂടം. നിരക്ക് വർധന ബാധകമാക്കുക പുതിയ അപേക്ഷകർക്കാണെന്നാണ് വിശദീകരണം. നിലവിൽ വിസയുള്ളവർ ഉടൻ മടങ്ങേണ്ടെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. എം.ജി. മിഥുൻ വിവരങ്ങളുമായി ചേർന്നു. മിഥുൻ, ഇന്നലെ വലിയൊരു ആശങ്കയോട് കൂടിയാണ് ഈ H-1B വിസയുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കേട്ടത്. പക്ഷേ ഇന്നാകുമ്പോഴേക്ക് അതിലൊരു ചെറിയ ആശ്വാസം ഇന്ത്യക്കാർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാമല്ലേ? ഭവ്യ, ആശങ്കകൾ ഒഴിയുന്നില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നു ട്രംപ് ഭരണകൂടം എന്നുള്ളത് തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിശദാംശങ്ങളൊക്കെ വലിയ ആശങ്കപ്പെടുത്തുന്നതായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ H-1B വിസയുടെ ഉപഭോക്താക്കളായി അമേരിക്കയിൽ കഴിയുന്നവർക്കൊക്കെ തന്നെ വർഷാവസാനം അല്ലെങ്കിൽ ഓരോ വർഷവും ഇത്തരത്തിൽ ഈ ഭീമമായ തുക അടയ്ക്കണമെന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു പുറത്തു വന്നതെങ്കിൽ അക്കാര്യത്തിലൊരു വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പുതിയ അപേക്ഷകർക്ക് മാത്രം ഈ ഒരു ഭീമമായ തുക അടച്ചാൽ മതി. $1 ലക്ഷം എന്ന വലിയ ഭീമമായിട്ടുള്ള തുക അടച്ച് മാത്രമേ ഇനി H-1B വിസ ലഭ്യമാകൂ എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. മറ്റുള്ളവരെ ഒന്നും തന്നെ ഈ ഒരു പ്രതിസന്ധി ബാധിക്കില്ല എന്ന കൃത്യമായ രീതിയിലുള്ളൊരു വ്യക്തത വൈറ്റ് ഹൗസ് വരുത്തുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ മറ്റൊന്ന് ഉയർന്നു വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്, ചില ആശങ്കകളുണ്ട്. അതായത് ഇനി ഏറ്റവും കൂടുതൽ H-1B വിസ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഗുണഭോക്താക്കളായിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നുള്ള ജനങ്ങളാണ്, ഇന്ത്യയിൽ നിന്നുള്ള ടെക്കികളാണ്. 71% പേർ ഇന്ത്യയിൽ നിന്നുള്ളതാണ് എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫോസിസ്, ഒപ്പം തന്നെ TCS, വിപ്രോ അടക്കമുള്ള ഇന്ത്യയിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ, IT സ്ഥാപനങ്ങളൊക്കെ വലിയ കടുത്ത വെല്ലുവിളികളാണ് ഇനി നേരിടാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം $1 ലക്ഷം എന്ന് പറയുന്നത് ഇന്ത്യൻ മണി 88 ലക്ഷം രൂപ വരും. അതേസമയം ഒരു ടെക്കി ഒരു കൃത്യമായ ഒരു കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ അവിടെ ജോലി നോക്കുന്ന ഒരാൾക്ക് പ്രതിവർഷം ലഭ്യമാകുന്ന അവരുടെ തുക എന്ന് പറയുന്നത് $66,000 വരെയാണ് ഒരു വ്യക്തിക്ക് പരമാവധി ലഭിക്കുന്നത്. അതായത് ഒരു 95% ആളുകൾക്ക് ലഭിക്കുന്നത് $66,000 ആണ് എങ്കിൽ അത് ഇന്ത്യൻ മണിയിലേക്ക് വരുമ്പോൾ ഏകദേശം 56 ലക്ഷത്തോളം രൂപ മാത്രമാണ് ലഭ്യമാകുന്നത്. അതിന് മറിച്ച് ഇത്രയും വലിയ ഭീമമായ തുക, അതായത് $1 ലക്ഷം നൽകിക്കൊണ്ട് 88 ലക്ഷം ഇന്ത്യൻ രൂപ നൽകിക്കൊണ്ട് അങ്ങനെ ഒരു ജോലിക്ക് വിടണോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ ഈ IT കമ്പനിക്ക് മുന്നിലുള്ളത്. അത്രയും വലിയ തുക നൽകിക്കൊണ്ട് ഇത്രയും കുറവ് വേതനം ലഭിക്കുന്ന ഒരു ജോലിയിലേക്ക് അമേരിക്കയിലേക്ക് അയക്കണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്തത്. ഇതൊക്കെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അതിനൊക്കെ കൃത്യമായ ഒരു മറുപടി ഇപ്പോഴും വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് IT കമ്പനികളുമായി തങ്ങൾ സംസാരിച്ചിരുന്നു എന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത്. അവർ ഇതിനോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചത്. അനുകൂലമായ രീതിയിലാണ് അവർ പ്രതികരിക്കുകയും ചെയ്തത്. അവരുമായി സംസാരിച്ച് കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. മറ്റൊന്ന്, അമേരിക്കയിലെ പൗരന്മാർക്ക് ജോലി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അവിടുത്തെ ഒരു പൗരനും ജോലിയില്ലാതെ മറ്റ് വിദേശികൾക്ക് ജോലി നൽകുന്ന നയം അത് മാറ്റുന്നതിൻ്റെ ഭാഗമായി ആണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഒപ്പം തന്നെ കുടിയേറ്റ ശ്രമങ്ങൾക്ക് അതിലൊരു തടയിടുക എന്നുള്ള മറ്റൊരു ലക്ഷ്യം കൂടി ട്രംപ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് നമുക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശദീകരണമാണ് ട്രംപ് ഭരണകൂടം നൽകുകയും ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക ഒഴിയുന്നു, ചെറിയ രീതിയിലുള്ള ആശ്വാസമുണ്ട് എങ്കിൽ പോലും തന്നെ ആശങ്കകൾ ഒഴിയുന്നില്ല. നിരവധി പേർ ഇപ്പോഴും അവിടെ നിന്ന് തിരികെ മടങ്ങി തങ്ങളുടെ നാട്ടിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. കമ്പനികൾ അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഇതിനോടകം തന്നെയാണ് ആരും തിടുക്കത്തിൽ രാജ്യം വിട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം കൂടി വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തത്. എന്തായാലും ഇനി ഈ വിഷയത്തിൽ എന്ത് നിലപാടായിരിക്കും ഇന്ത്യ അടക്കമുള്ളവർ സ്വീകരിക്കാൻ പോകുന്നത്? കേന്ദ്രം ഈ വിഷയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ചെറിയൊരു പ്രതീക്ഷയുണ്ട് എന്ന് കേന്ദ്രം പറയുന്നു. അങ്ങനെയാകുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്നാണോ കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ടായിരിക്കുമോ ചെറിയൊരു പ്രതീക്ഷയുണ്ട് എന്ന് പറയാനുള്ള കാരണം? ഭവ്യ, സ്വാഭാവികമായും ഈ വിഷയം എന്തായാലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഒരു ചർച്ചകൾക്ക് സാധ്യതകൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള വഴിയൊക്കെ തുറക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്നുള്ള സംഘം എത്തുമ്പോൾ ആ വ്യാപാര ചർച്ചകൾക്കിടയിൽ ഈ വിഷയം ഉന്നയിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നിലപാട് വ്യക്തമാക്കാമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായ ഒരു നടപടി എന്ന രീതിയിൽ ഒരു പ്രതികരണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഇക്കാര്യത്തിൽ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടിയെ ചെറുക്കുന്നതിന് വേണ്ടി അതിൽ നിന്നൊരു ഇളവ് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള ഒരു പ്രതികരണം കൂടി ഈ ഒരു ഘട്ടത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചർച്ച നടക്കാനുള്ള ഒരു സാധ്യത എത്രമാത്രമുണ്ട്? അതോടൊപ്പം തന്നെ അവിടെ ഒരു നിയമ പോരാട്ടത്തിനുള്ള സാധ്യത കാണുന്നുണ്ടോ?
ഒരു ഭവ്യ, അതായത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഒരു വിഷയത്തിൽ മാത്രമായിട്ടൊരു ചർച്ച നടക്കുന്നത് അത്ര പ്രായോഗികമല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വ്യാപാര കരാറുകൾ നടക്കുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ആ ചർച്ചയുടെ വേളയിൽ ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ ഉന്നയിക്കാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ധനമന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു തീരുമാനം നേരത്തെ വെള്ളിയാഴ്ചയാണ് ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനം യുഎസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു ഉത്തരവിൽ ഒപ്പിടുകയും ചെയ്യുകയും അത് പ്രാബല്യത്തിൽ വരുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തത്. പിന്നീടാണ് ഇക്കാര്യത്തിൽ ചില അവ്യക്തതകളൊക്കെ നിലനിൽക്കുകയും ചെയ്തത്. അതിലാണ് ഇപ്പോൾ വ്യക്തത വരുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിയമവശങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് നിയമപരമായി നിലനിൽക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം നേരത്തെ താരിഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഫെഡറൽ കോടതി സ്വീകരിച്ച നടപടി, ഫെഡറൽ കോടതിയുടെ വിധി അത് വലിയ തിരിച്ചടിയായിരുന്നു ഡൊണാൾഡ് ട്രംപിന് ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്ത്. പ്രത്യേകിച്ച് എമർജൻസി എക്കണോമിക് ആക്ട് പ്രകാരം ഒരു നടപടി മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഇത്തരത്തിൽ തീരുവ ഉയർത്തിക്കൊണ്ട് നടത്താൻ അമേരിക്കൻ പ്രസിഡന്റിന് സാധിക്കില്ല എന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള വിധിയായിരുന്നു ഈ ഫെഡറൽ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നത്. അതുകൊണ്ട് തന്നെ ചില ഈ രംഗത്തുള്ള വിദഗ്ധരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമവശങ്ങൾ അതിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് നിയമപരമായി നിലനിൽക്കുമ്പോൾ ഇങ്ങനെയും ഇത്രയും വലിയൊരു ഭീമമായ തുക, അതായത് പ്രത്യേകിച്ച് 3000 മുതൽ 6000 വരെ ഡോളർ മാത്രമായിരുന്നു ഈ H1B വിസയ്ക്ക് വേണ്ടി വന്നിരുന്നതിന് എന്നിരിക്കെയാണ് അത് ഇത്രയും പൊടുന്നനെ ഇത്രയും വലിയ തുകയായി ഉയർത്തുകയും $1,00,000 എന്ന വലിയ ഭീമമായ തുകയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരു ഉത്തരവ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നടത്തുകയും ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അവർക്ക് ലഭ്യമാകുന്ന വേതനത്തെക്കാൾ വലിയ തുക അവിടെ വിസ ലഭിക്കണമെങ്കിൽ ഈടാക്കണമെന്നുള്ള നിർദ്ദേശം അത് നിയമപരമായി നിലനിൽക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അത്തരത്തിലുള്ള സംശയങ്ങളുണ്ട്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, എം ജി മിഥുനാണ് വിശദ വിവരങ്ങൾ നൽകിയത്.